നമ്മൾ തിരിച്ചൊരു ചെറിയ ഒരു ഡീവിയേഷൻ എടുക്കാണ്. പി ടി നിങ്ങളോട് പറഞ്ഞ കഥാപാത്രങ്ങളിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു പി ടി എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് റോഷനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൻസൂർ വരുന്നുണ്ട് എന്ന് മനസ്സിലെവിടെയോ മന്ത്രിക്കാൻ പറ്റിയെന്ന്. ഓക്കെ, ഒരു ചങ്ങനാശ്ശേരിക്കാരൻ ഇങ്ങനെ എളാവിയെ കൂവി എന്നൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് എങ്ങനെ ഒരു മൻസൂർ അതിൽ നിന്ന് കടന്നു വന്നു? അയ്യോ, അന്നത്തെ ആ പോക്കില് പക്ഷേ എന്നാണ് അതൊന്നും ഇല്ലായിരുന്നു. അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. അത് ആനന്ദം സാറ് കണ്ടിട്ടില്ല. അപ്പോ സാറിന്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് സജസ്റ്റ് ചെയ്തതാണ് എന്റെ പേര്. മൻസൂറിനെ അന്വേഷിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു പയ്യനുണ്ട്, ഇതൊക്കെയാണ് എന്റെ ആകർഷണമായത്. ഒന്നുമല്ല, ആദ്യം ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോ സത്യം പറഞ്ഞാൽ സാർ ഫോട്ടോസ് നോക്കിയിട്ട് പറഞ്ഞു ഇവൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പുള്ളി മനസ്സിലാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗുരുവായൂർ വെച്ച് സാറിനെ മീറ്റ് ചെയ്യാൻ പോയി. അപ്പൊ ആ സമയത്ത് ആനന്ദം കഴിഞ്ഞിട്ട് വീട്ടിലായിരുന്നോ? അല്ല, ഗുരുവായൂർ നന്ദനത്തില് KTDCയുടെ ഒരു ലോഡ്ജ്. ഞാനങ്ങോട്ട് ഒരു ടേൺ എടുത്ത് നടന്നു ചെന്നപ്പോഴത്തേക്കും തന്നെ സാർ മൊത്തം ഒന്ന് നോക്കുന്നുണ്ട്. അടിമുടി ഒന്ന് നോക്കി. അത് പി ടി അല്ലേലും അങ്ങനെയാ, ഞാൻ എന്നിട്ട് ഒരു വലിയ ടേബിളിന്റെ അങ്ങേയറ്റത്താണ് സാർ ഇരിക്കുന്നത്. ടേബിളിന്റെ സൈഡിൽ കൂടെ ചെന്ന് സാറിന്റെ കുറച്ചടുത്ത് കുറച്ച് ദൂരെ എന്ന രീതിയിൽ ചെന്ന് നിന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. സാർ കുറച്ച് കഴിഞ്ഞപ്പം പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിനും സാർ നേരെ ഞാൻ ഇങ്ങനെ കൈ ടേബിളിൽ വെച്ചിട്ടുണ്ട്. സാർ നേരെ എൻ്റെ കയ്യിൽ കൈവച്ചിട്ട് പറഞ്ഞു, നമ്മുടേതൊരു ന്യൂ ജനറേഷൻ സിനിമയല്ല, അല്ല, അത് പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നതെങ്കിൽ മോനെ തിരിച്ചു വിട്ടോളൂ. ഞാൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ ന്യൂ ജനറേഷൻ സിനിമ പ്രതീക്ഷിച്ചല്ല വന്നത്, സാറിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഓക്കെ.